ഭൂപരിഷ്കരണത്തെക്കുറിച്ച് വളരെ വിശദമായി വളരെ കാലമായി പഠിക്കുകയും എൻഗേജ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഈ ഭൂപരിഷ്കരണം, ലാൻഡ് റീഫോം, കേരളത്തിൻ്റെ ഈ നിർണായകമായ പദ്ധതി അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ വിടവുകൾ, പ്രശ്നങ്ങൾ എന്താണ്? ഇതിൽ സാമ്പത്തിക മാനദണ്ഡത്തെക്കാൾ ഇതിനകത്ത് പ്രവർത്തിച്ച ജാതി സമൂഹത്തിലെ ജാതിയുടെ ബലതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ആ രീതിയിൽ ഇതിനെ ജാതിയുടെയും അല്ലെങ്കിൽ പുതിയ സാമൂഹ്യ വിഭജന ശ്രേണീകരണ യുക്തിയുടെ ഒക്കെ വിമർശത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ പ്രശ്നങ്ങളെ, ഭൂപരിഷ്കരണത്തിൻ്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പരിമിതികളെ സാറ് വിലയിരുത്തുന്നു? ഈ ജാതിയുടെ പ്രശ്നം തന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. കണ്ട അണ്ടനും അടകോടനും അല്ല ഇത് തീരുമാനിക്കേണ്ടത്. ഗവൺമെൻറ് അധികം നാൾ ലാസ്റ്റ് ചെയ്തില്ല. അതിനകത്തൊരു കുറുമുന്നണി ഉണ്ടായി. ആ കുറുമുന്നണി നേതൃത്വത്തിൽ സാക്ഷാൽ അച്യുതമേനോൻ ചീഫ് മിനിസ്റ്റർ. അച്യുതമേനോൻ ചെയ്തത് എന്താണ്? അച്യുതമേനോൻ ആകപ്പാടെ ചെയ്യാൻ പറ്റിയത് ഈ അണ്ടനും അടകോടനും കൊടുക്കേണ്ട സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനം അസംബ്ലിയിൽ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അംഗത്വം കൊടുത്തു, നോമിനേറ്റഡ്. അപ്പോൾ RSPക്കാരന് കാസർഗോഡ് RSP ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. അയാൾ ഇവിടെ പിന്നെ അന്ന് PSP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അരൂർ PSP ഉണ്ടോ? ഇല്ല. ഇവിടെ PSPക്കാരൻ. ഇങ്ങനെയുള്ള നോമിനേറ്റഡ് അംഗങ്ങളെ വെച്ചുകൊണ്ടാണ്, അതായത് ഒറിജിനൽ ലാൻഡ് റിഫോംസ് ഇല്ലാതാക്കി. മനസ്സിലായോ? അതാണ് ഒറിജിനൽ ലാൻഡ്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പേപ്പറുകളുണ്ട്. അതിലൊന്ന് കേരള ഹൈക്കോടതി ഉദ്ധരിച്ചിട്ടുള്ളതാണ് എൻ്റെ പേപ്പർ. ജസ്റ്റിസ് സുകുമാരൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ എൻ്റെ പേപ്പർ, അതായത് വാക്കാൽപ്പാട്ടത്തിന് പോലും അംഗീകാരം കൊടുക്കുകയാണ് പിന്നീട്. അതായത് ഒറിജിനൽ ലാൻഡ് റിഫോംസ് അന്ന് എൻവിസേജ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല. രണ്ടാമത്, ഒറിജിനൽ ലാൻഡ് റിഫോംസ് പോലും അത് കംപ്ലീറ്റ് ആയിരുന്നില്ല. അതിൽ എന്താ ഉണ്ടായത്? കൃഷിഭൂമി കർഷകനെന്നുള്ളായിരുന്നു മുദ്രാവാക്യം. കർഷകരെല്ലാവരും പിന്നെ ജാതിയിൽ ഏറ്റവും താഴ്ന്നവരല്ല. കർഷകരെന്ന് പറഞ്ഞാൽ ഈ സുറിയാനി ക്രിസ്ത്യാനികളും മുസ്ലിംസും ഈഴവരും ഒക്കെയുള്ള ഒരു സമ്മിശ്ര ഗ്രൂപ്പാണ്. അവർക്ക് ഭൂമി കിട്ടി. അവർക്കൊരു 2 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ള ഭൂമി. അവരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഗെയിൻ ചെയ്തത്. അവരാണ് ഗെയിൻ ചെയ്യുന്നത്. ഈ രീതി അനുസരിച്ച് കൃഷിഭൂമി കർഷകരെന്ന് പറയുമ്പോൾ ഇവർക്കാണ് ഈ ഭൂമി കിട്ടേണ്ടത്. 5 ഏക്കറിൽ കൂടുതലുള്ളവരാണെങ്കിൽ അവർ മിച്ചഭൂമി കൊടുക്കണം. മക്കളുണ്ടെങ്കിൽ അവരുടെ കണക്കൊക്കെ കൂടെ കൂട്ടി ഏറ്റവും കൂടുതൽ 15 ഏക്കർ ഭൂമി ആകാം. 15 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ അത് ഗവൺമെൻറ്റിന് തിരികെ. ഈ ഒരു ക്ലോസ്. മറ്റൊരു ക്ലോസ്, കുടികിടപ്പുകാരായിരുന്ന ആൾക്കാർക്ക് 10 സെൻറ്റ് ഭൂമി അവർക്ക് വിധിച്ചു. പഞ്ചായത്തുകളിൽ, ടൗണുകളിലാണെങ്കിൽ 5 സെൻറ്റ്, സിറ്റികളിലാണെങ്കിൽ 3 സെൻറ്റ്. ഈ ആദ്യത്തെ രണ്ടാമത് പറഞ്ഞ ഈ 10 സെൻറ്റ് അത് നടപ്പിലായിട്ടുണ്ട്. അത് കേരളം മുഴുവൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ അന്ന് വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. അതിനേക്കാൾ വലിയ സമരങ്ങളുണ്ടായിരുന്നേനെ. പക്ഷെ അവർക്കത് കിട്ടി. അത് കിട്ടിയെന്ന് പറയുന്നതിനകത്തും അർത്ഥമില്ല. എന്നുവെച്ചാൽ 10 സെൻറ്റ് ഭൂമി 60കളിൽ കിട്ടിയ ഒരു കുടുംബം ആലോചിക്കുക. ആ കുടുംബം ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? അയാൾക്ക് 2 മക്കൾ, അല്ലെങ്കിൽ 3 മക്കൾ, അല്ലെങ്കിൽ 4 മക്കൾ. ആ 4 മക്കൾക്കും ഈ 10 സെൻറ്റിൽ തന്നെ കൊടുക്കണ്ടേ? ആ 4 മക്കൾക്ക് പിന്നെ 4 മക്കൾ, ഇല്ലെങ്കിൽ 3 മക്കൾ, 2 മക്കൾ. ഈ ഭൂമി വീതിച്ച് തന്നെ ഇല്ലാതാവും. ഇവിടെയൊക്കെ ഒരു തെങ്ങിൻ്റെ ഉടമസ്ഥന്മാർ വരെയുണ്ട്. തെങ്ങിൻ്റെ ഉടമസ്ഥന്മാർ അത് ഈ കുടികിടപ്പ് സമ്പ്രദായം ഇല്ലാതാക്കിയതിൻ്റെ അനന്തര മറ്റൊന്ന്, ഈ കുടികിടപ്പ് സമ്പ്രദായം വന്നപ്പോൾ ഒരു പ്രൊവിഷൻ അനുവദിച്ചിരുന്നു. അതായത് മ്യൂച്വലി എഗ്രീഡായിട്ട്
അത് മ്യൂച്വലി അഗ്രീഡൊന്നും ആയിരിക്കണമെന്നില്ല. മുതലാളി പറയുന്ന പോലെ തന്നെ പലരും ചെയ്ത് കാണും. മുതലാളിക്ക് ആളുകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുക. അപ്പോൾ എന്നിട്ട് ആ സ്ഥലത്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും ഇവർ? ഈ കുടികിടപ്പുകാരൻ താമസിക്കുന്ന പ്രദേശത്തെ വിളവ് എപ്പോഴും അധികമായിരിക്കും. അവനെന്നും ഉണ്ണുകയും കാപ്പി കുടിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇതെല്ലാം ഈ തൊട്ടടുത്ത് നിൽക്കുന്ന തെങ്ങിനും വാഴയ്ക്കുമൊക്കെയാണ് ഇടുന്നത്. പക്ഷേ കേരളം മുഴുവൻ എടുത്തുള്ള സോഷ്യൽ സയൻസ് അനാലിസിസ് ഉണ്ട് നമുക്ക്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ് ഈ ജാതിയുടെ ഇഷ്യൂ വരുമ്പോൾ. ജാതി മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്നത് കുടുംബപരമായിട്ടും പ്രവൃത്തി മണ്ഡലത്തിലും സ്വന്തം ജീവിത രീതികളിലും നോക്കി മനസ്സിലാക്കുന്ന ജാതി വരെയുണ്ട്. നമ്മുടെ നാരായണ ഗുരുവിനോട് ചോദിച്ചപ്പോൾ പുള്ളി നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇതേക്കുറിച്ച് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ ജാതി ഇല്ല എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. ഒന്നുമല്ല, ജാതി കണ്ടമാനം നല്ല രീതിയിലുണ്ട്. ഞാൻ എഴുതിയൊരു ആർട്ടിക്കിളുണ്ട്, ഉയർപ്പ് പെരുന്നാളിൻ്റെ നാൾ വഴി എന്നത്. ഇത് നമ്മുടെ സനൽ മോഹൻ, ജോൺ, അവർ ആ ഗ്രൂപ്പുകാർ പബ്ലിഷ് ചെയ്യുന്നൊരു ബുക്കിന് വേണ്ടിയിട്ട് ഒരു എഴുതിയതാണ്. അതിവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ വ്യക്തമായിട്ട് എങ്ങനെ ഈ ലാൻഡ് റിഫോംസ് നമ്മൾ എല്ലാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സാമ്പത്തിക പരിഷ്കരണം ലാൻഡ് റിഫോംസ് ആണ് എന്ന് അഗാധമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ കാര്യത്തിൽ. പലരും എന്നോടൊക്കെ വരുമ്പോൾ പറയുമ്പോൾ ലാൻഡ് റിഫോംസ് നടന്നിട്ട് എന്താ ഉണ്ടായതെന്നൊക്കെ ആളുകൾ ചോദിക്കും. ലാൻഡ് റിഫോംസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കില്ല. ലാൻഡ് റിഫോംസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള സെൻസ് ഓഫ് ഈക്വാലിറ്റി, നമുക്കിപ്പോൾ ഒന്നുമില്ലെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര ജാതി താന്ന ആളാണെന്ന് മറ്റുള്ളവർ വിളിച്ചാലും ഒരു കാര്യം പറയണമെന്ന് തോന്നിയാൽ പറയാമല്ലോ, ഒരു പരിധി വരെയെങ്കിലും. അത് പറയാൻ പറ്റുന്നതിൻ്റെ ആ ഊർജം കിട്ടിയത് ഈ ലാൻഡ് റിഫോംസ് വഴി തന്നെയാണ് എന്ന് ഗാഢമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ജാതി ഒരു ഔട്ട്സൈഡ് ഫാക്ടറാണ്. അതായത് ലാൻഡ് റിഫോംസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചത് വർഗ അടിസ്ഥാനത്തിലാണ്. അതായത് ഭൂമിയുടെ ഓണർ, ഭൂമിയുടെ കൃഷി ചെയ്യുന്നവൻ, അതിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ പിന്നെ നാമമാത്ര കർഷകരുണ്ടാകാം, കർഷക തൊഴിലാളികളുണ്ടാകാം. നമ്മുടെ ഇവിടെ കർഷക തൊഴിലാളികളെന്ന് പറയുന്നതിൽ തന്നെ നല്ലൊരു ശതമാനം പേര് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ ജാതിയിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ വെറും ഭൂമി കിട്ടൽ മാത്രമല്ല, ഭൂമിയോടൊപ്പം അവർക്ക് അന്തസ്സ് കിട്ടണം, അഭിമാനം കിട്ടണം. അതായത് സമൂഹം ഇന്നും ഇപ്പം നേരിട്ട് കാണുമ്പോൾ ചിരിച്ചൊക്കെ കാണിക്കുമെങ്കിലും അവനെ മറ്റേ നമ്മുടെ എന്ന് പറയുന്ന അത് മാർക്ക്. ഇതിൽ ഞാൻ വിവരിക്കുന്ന കഥ, ഇത് ഇവരുടെ ബുക്കിലൂടെ അവർ പുറത്തു കൊണ്ടുവരുന്ന ഒരു കരോട്ടുകരി എന്ന് പറഞ്ഞ തലശ്ശേരിയിലുള്ള ഒരു ക്രൈസ്തവ ഇടവക എന്ന് പറഞ്ഞാൽ ഒരു പാരിഷ്, ഒരു പ്രദേശം. അത് പിന്നെ 53 തലശ്ശേരിക്ക് ഒരു ഡയോസിസ് ഉണ്ടായത്. അന്ന് വരെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവിടെ ഡയോസിസ് ഇല്ലായിരുന്നു. ആ ഡയോസിസ് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ കടത്തുരുത്തി മുതൽ മുകളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അടിമ ജോലി ചെയ്തിരുന്നവരും അടിമ സമാനമായ ജോലി ചെയ്തിരുന്നവരും ആയിട്ടുള്ള ദളിത് കുടുംബങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന്, ഈ അനീതിയിൽ നിന്നും
1930 വരെ കുട്ടനാട്ടിൽ അടിമവേല ഉണ്ടായിരുന്നു എന്ന് AB ജോസ് എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഒരു പഠനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. 1930 വരെ, വേറെ പേരിലാണെന്നേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർ ഒരാൾക്ക് പിന്നെ ചിലർ അടിമ രംഗത്ത് നിന്ന് അല്പം മുന്നോട്ട് കയറി കർഷക തൊഴിലാളി ആയിട്ടുള്ളവരുണ്ടാകും. ഇങ്ങനെയുള്ളവർ നോക്കുമ്പോൾ ഇവരുടെ മുതലാളിമാർ അവരും ഈ പ്രദേശത്തു നിന്നും കൂട്ടം കൂട്ടമായിട്ട് മലബാറിലേക്ക് കുടിയേറുകയാണ്. അവിടെ പോയി അവർ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി കിട്ടുന്നു, അവിടെ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്ത് പണം കൊടുക്കാം, അത് ആ സൗകര്യം പോലും ഉണ്ട്. അതായത് ആദ്യം പണം ഒരു ചെറിയ മുൻകൂർ കൊടുത്താൽ മതി, ബാക്കി പണം കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ മലബാറിലുണ്ട് എന്ന് കേട്ട് ഇവർ ഒന്നും രണ്ടും പേര് ആയിട്ടൊരു 30-35 കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ചെല്ലും. ഈ ഇടവക ഫോം ചെയ്തപ്പോൾ അവിടെ ആദ്യം വന്ന അച്ഛൻ ഒരു ലിബറൽ മൈൻഡഡ് ആയിട്ടുള്ള അച്ഛനായിരുന്നു. അച്ഛൻ ഇവരെയും കൂടെ അതിൽ അംഗങ്ങളാക്കി. ഇവർക്ക് സന്തോഷമായി. ഇവർ പിന്നെ പള്ളിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എടുത്തിരുന്നത് ഇവരായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഒരു 1-2 കൊല്ലം പോയി. കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമായി. രാജ്യം മുഴുവൻ ഇടതുപക്ഷത്തേക്ക് മാറുന്നു എന്ന സംശയം വന്നു. അപ്പോൾ പഴയ സുറിയാനിക്കാർക്ക് ഈ ഇടവക നിയന്ത്രിക്കുന്നത് അവരാണ്, സുറിയാനിക്കാരാണ്. അവർക്ക് പ്രശ്നമായി, ഇവരെ കൂടെ കൂട്ടണോ. അപ്പോൾ ഇതിൽ ഒരാളെ, പേരുമൊക്കെ പറയുന്നുണ്ട്, ഇതിൽ ഒരാളെ പള്ളിയുടെ കൈക്കാരെന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി, പക്ഷേ തിരഞ്ഞെടുത്ത കൈക്കാരനല്ല. തിരഞ്ഞെടുത്ത കൈക്കാരനാണെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടില്ല. അച്ഛൻ നേരിട്ട്, പള്ളിയിൽ അച്ഛൻ നേരിട്ട് ഇയാളെ കൈക്കാരനാക്കി. അയാൾക്ക് കൊടുത്ത ജോലി ലേലം വിളിക്കുക. ഞായറാഴ്ച വരുന്ന ആളുകൾ ഓരോ വീട്ടു സാധനങ്ങളൊക്കെ വിൽക്കാൻ കൊടുക്കും. അപ്പോൾ അത് വിൽക്കുക, ലേലം വിളിക്കുക, അതായിരുന്നു ഇയാളുടെ റോൾ. ഇയാളെ കളിയാക്കി പുറകിലിരുന്ന് പൂച്ച എന്ന് വിളിക്കുന്നത് തന്നെ പുതുക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, അവർക്ക് കിട്ടിയിരുന്ന പേരുകൾ, അവശ്യ ക്രിസ്ത്യാനികൾ എന്നൊക്കെയുള്ള. എന്നിട്ട് ഒരു ദിവസം ഇയാൾ ലേലത്തിന് ചെന്നപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് ഇയാളെ കൊടുത്ത് വിൽക്കാനായിട്ട്. എത്ര വലിയ അപമാനമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കണം. ഒരു പള്ളിയുടെ ഇയാൾ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ നിൽക്കുക. അപ്പോൾ ഇയാളുടെ മകൻ്റെ മകൾ 10-12 വയസ്സുള്ളൊരു പെൺകുട്ടി, ആ കൊച്ചിനിത് കണ്ടിട്ട് സഹിച്ചില്ല. ആ കൊച്ചു ഓടിച്ചെന്ന് ഈ പൂച്ചയെ പിടിച്ച് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ വലിയ ബഹളമായി. പൂച്ചയെ കൊടുത്തിട്ട് ലേലം ചെയ്തില്ല. ഇങ്ങനെ അന്ന് തുടങ്ങി ഇവരെ സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ ഇവരെ പീഡിപ്പിക്കുക. ഇവർക്ക് ജോലി കൊടുക്കാതിരുന്നാൽ മതിയല്ലോ. ഇവർക്കൊക്കെ അവിടെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും കൂടി വന്ന 1 ഏക്കർ, ഏറ്റവും കൂടുതൽ ഭൂമി കിട്ടിയ ഒരാൾക്ക് 2 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഒരു 10 ഏക്കറിൽ താഴെയാണ് ഈ 33 കുടുംബങ്ങൾക്കുള്ളത്. 33. ഇവരെ അവസാനം വന്നപ്പോൾ ഈ അച്ഛനെ സ്ഥലം മാറ്റി വേറൊരു അച്ഛനെ കൊണ്ടുവന്നു. ആ അച്ഛൻ ഇവിടെ വന്നിട്ട് തുടങ്ങിയത് ക്രിസ്റ്റഫർ സംഘടന. രാംദാസിന് ചിലപ്പം ഓർമ്മയുണ്ടായിരിക്കും. പണ്ട് വിമോചന സമരകാലത്ത് ഒരു ക്രിസ്റ്റഫർ സംഘടന, ഇതിൻ്റെ നേതാവാരായിരുന്നു എന്നറിയാമോ? സാക്ഷാൽ ജോസഫ് വടക്കനായിരുന്നു. പിൽക്കാലത്താണ് അങ്ങേര് കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു ഈ വടക്കനച്ഛൻ. അതിൽ നിന്നാണ് അദ്ദേഹം പിന്നെ കർഷക തൊഴിലാളി പാർട്ടി ഉണ്ടാക്കിയതും അദ്ദേഹം വെല്ലിംഗ്ടണും കൂടെ ഇടതുപക്ഷത്തേക്ക് മാറിയതുമൊക്കെ.
ഈ ക്രിസ്റ്റഫർ സംഘടന എന്തിനാന്ന് വെച്ചാൽ അടിച്ചൊതുക്കുക, ഏത് എതിർപ്പുണ്ടായാലും അടിച്ചൊതുക്കുക. അവർക്കൊരു കുറുവടിയുണ്ട്, അതേപോലെ കുറുവടി പട എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തൊപ്പിപ്പാള സംഘം, പിന്നെ കുട്ടനാട്ടിൽ കുറുവടി പട എന്നാലും ഈ കുറുവടി ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ചു കൊടുത്ത ഈ അച്ഛനാണ്, പള്ളിയിലെ അച്ഛൻ. ഇതോടുകൂടി ഇവർക്ക് മനസ്സിലായി, ഈ ദളിതർക്ക് മനസ്സിലായി, ദളിത ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി നമ്മൾ ഇതിനകത്ത് നിന്നാൽ. അപ്പോൾ അവർ പല ചർച്ചകൾ നടത്തി. അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി ഇവരെ ഇൻ്റർവ്യൂ ചെയ്താണത് റീകൺസ്ട്രക്റ്റ് ചെയ്തത്. ഇവരാലോചിച്ചു നമ്മളെന്തിനീ മതത്തിൽ നിൽക്കണം, മതം വിട്ടുപോയിക്കൂടെ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങളങ്ങനെ ദുഃഖിക്കേണ്ട. അത് കഴിഞ്ഞ് ഇവർ തമ്മിലൊരു ശരിയായൊരു ക്ലാഷ് ഉണ്ടായി, അടി എല്ലാവർക്കും കിട്ടി, പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ വന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നം. അവസാനം ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് തലശ്ശേരി ഇരിട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ എൻ ഇ ബൽറാമും ഒക്കെ വരുന്ന ഒരു ഓഫീസായിരുന്നു. അവർ പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇവർക്ക് രാത്രിയിലെ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, പകൽ പുറത്തിറങ്ങിയാൽ അടി കിട്ടും. അപ്പം ഈ പ്രായമായ ആൾ പറഞ്ഞ് എനിക്കൊരു പിന്നെ അച്ഛനെ തലശ്ശേരിയിൽ അറിയാം, അങ്ങനെ അടുക്കെ പോയൊന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, രാത്രിയിൽ തലശ്ശേരിക്ക് നടക്കും. ഏത് ഇരിട്ടിക്കപ്പുറത്താണ് ഈ സ്ഥലം. ഇവിടെ നിന്ന് തലശ്ശേരി വരെ നടന്ന് അവിടെ ചാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ദളിതരുടെയും മുക്കുവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇറ്റലിക്കാരൻ, ഒരു ജസ്വിറ്റ് അച്ഛനുണ്ട്, ജോസഫ് ടഫറൽ എന്ന് പറഞ്ഞിട്ട്. ആ അച്ഛൻ്റെ അടുക്ക ചെന്ന് ഇവർ അച്ഛന് കാര്യം പിടികിട്ടി. ഇത് ജാതീയമാണ്. ഇത് അച്ഛനെന്ത് ചെയ്ത് ഇവരുടെ കൂടെ അച്ഛനും കൂടി ഇങ്ങോട്ട് വരും. അച്ഛനും കൂടെ വന്ന് അച്ഛൻ ഇവിടെ വന്നിട്ട് തൊട്ടടുത്ത പള്ളിയിൽ അവിടെയും സുറിയാനി അവിടുത്തെ അച്ഛനെ പോയി കാണും. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ഉള്ളവരൊക്കെ പക്ഷേ ഇവർ കുറച്ച് പേര് ഇവർ പ്രശ്നക്കാരാണ്, ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ പണ്ടത്തെ ഏറ്റവും വലിയൊരു കണ്ടംനേഷനാണ് ഇവൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവരെ. അപ്പം അച്ഛൻ വന്നിവിടെ വിവരങ്ങളൊക്കെ തിരക്കി അറിഞ്ഞ് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ്റെ ഈ ജസ്വിറ്റ് സംഘടനയ്ക്ക് ഇന്ന് പടം എടുത്ത്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇറ്റലിയിലുള്ള പടമാണോ എന്നറിഞ്ഞുകൂടാ, 11 ഏക്കർ ഭൂമിയോ 10 ഏക്കറോ ഭൂമി അങ്ങേര് സ്വന്തം പേരിൽ വാങ്ങിച്ചു. എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും പിന്നെ 1 ഏക്കർ വെച്ചോ 2 ഏക്കർ വെച്ചോ എത്രയെന്ന് വെച്ചാൽ ഇവർക്ക് ഭൂമി സ്വന്തം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് തന്നെ വളരെ പെർസ്വസീവാണ്. ഭൂമി കിട്ടണം, ഭൂമിയാണ് അടിസ്ഥാന ആവശ്യം. ഭൂമിയില്ലാതെ നിങ്ങൾ എത്ര സമരം ചെയ്താലും എത്ര ഭൂമി അവിടെ. എന്നിട്ട് എന്ത് ചെയ്തു, ഇവർ സുറിയാനി വിഭാഗത്തിൽപ്പെട്ടവരാണ്. സുറിയാനി വിഭാഗത്തിൽ ഒരിക്കലും ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല. ഇപ്പോഴും ഉണ്ട് സുറിയാനിക്കാർക്ക് അവരുടെ സംഘടനയൊക്കെ ഉണ്ട്. സുറിയാനി സഭയിൽ നിന്ന് ഇവരെ മാറ്റി ഇദ്ദേഹം കോഴിക്കോട് ലത്തീൻ ബിഷപ്പുണ്ട്, ലത്തീൻ ബിഷപ്പിൻ്റെ അടുക്കൽ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങേരെ അനുവാദം കൊടുത്ത് ഇവിടെ ഒരു പള്ളിയും പണിത്. അങ്ങനെയാണ് ഇവർ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ ഇന്നും സഭയുടെ, അതായത് ഈ കത്തോലിക്ക സഭയുടെ എല്ലാ പരിപാടികളും ഉണ്ടല്ലോ, ഈ പരിപാടികളിലൊക്കെ ഏറ്റവും സജീവം, ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഇവരാണ്. നിങ്ങൾക്ക് മതത്തെ വിശ്വാസം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു സംഘടനയുടെ ഏറ്റവും കൂടുതൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവരെയാണ് ഇവർ ഈ അടിച്ചൊതുക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് ഇത് പഴയ കഥ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ എഴുതിയതും ഒക്കെ. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് ഈ കോട്ടക്കരി ഇടവകയിലെ ഒരു ഗാന്ധിയൻ നേതാവുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും പിന്നെ
ഗാന്ധിയൻ സർവോദയ പ്രവർത്തകനും എനിക്കും പരിചയമുള്ള ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ 50 വർഷമാകുന്നു അദ്ദേഹം രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിനെ അനുമോദിക്കാനായിട്ട് ഇവർ തിരുവനന്തപുരത്ത് വെച്ച് ഗാന്ധി ഭവനിൽ വെച്ച് ഒരു വലിയ മീറ്റിംഗ് കൂടി. ഇപ്പോൾ നമ്മുടെ സണ്ണി ജോസഫ് ഇപ്പോഴത്തെ KPCC പ്രസിഡൻറ്റും അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഇപ്പോഴത്തെ എറണാകുളത്തെ ആക്ടിംഗ് ബിഷപ്പായിരിക്കുന്ന പാംപ്ലാനി ആണ്. 2 ബുക്കുകൾ, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആത്മകഥ, മറ്റൊന്ന് ആ നാടിനെ കുറിച്ച്. ഈ 2 പുസ്തകങ്ങളും അടിച്ച് അവരവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ദളിതരെന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നതായിട്ടോ ഇപ്പോഴുള്ളതായിട്ടോ മെൻഷൻ ചെയ്യുന്ന പോലും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ചരിത്രത്തിൽ നിന്നും നമ്മൾ മറക്കുകയല്ല, ശരിക്ക് മാറ്റി നിർത്തുകയാണ്. അത് സാധാരണക്കാരല്ലെന്ന് ആലോചിക്കണം. പാംപ്ലാനി സാധാരണക്കാരനല്ലല്ലോ, അദ്ദേഹം ഒരു സഭയുടെ ബിഷപ്പല്ലേ. ഈ ഞാൻ പറഞ്ഞ ആൾ പിന്നെ സർവോദയ സംഘത്തിൻ്റെ അങ്ങേയറ്റത്തെ നേതാവാണ്. നമ്മുടെ മറ്റേ KPCC പ്രസിഡൻറ്റ് പിന്നെ അറിയാൻ മേലായിരിക്കും. എന്തായാലും അങ്ങേരും സാധാരണക്കാരനല്ല. ഇവരൊക്കെ കൂടിയുള്ള മീറ്റിംഗ്, ഞാൻ ആ മീറ്റിങ്ങിൽ ഇത് തന്നെ അവിടെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അതൊരു പിന്നെ ഞാനും ആലോചിച്ചത്, നമ്മൾ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരും, പിന്നെ അവർ തിരികെ ചെന്നിട്ട് ഈ ദളിതർക്കിട്ട് തന്നെ വേണമെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള നമ്മുടെ ഒന്നും നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ ഈ കൂട്ടത്തിൽ എനിക്ക് വിദ്യാർത്ഥിയായിട്ടുള്ള ആളുകളെ പരിചയമുള്ളൂ. 2 പേര് കോളേജ് ലെക്ചറേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ പിന്നെ കൽക്കട്ടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിൽ പ്രൊഫസറാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ്. വേറെ ഒരാൾ പിന്നെ നമ്മുടെ ഈ ഡെപ്യൂട്ടി കളക്ടറായിട്ട് സെലക്ഷൻ കിട്ടി കേരള ഗവൺമെൻറ്റിനെ സെർവ് ചെയ്യുന്നുണ്ട്. 2 പേര് ബാങ്കിൽ ജോലിക്കാരുണ്ട്. അങ്ങനെ എല്ലാത്തരം സമൂഹത്തിൽ ഇന്നത്തെ അംഗീകരിക്കപ്പെടുന്ന സാധനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ഈ പറയുന്ന. അപ്പോൾ ഇവിടെ ഇവർക്ക് ലാൻഡ് റിഫോംസ് ഉണ്ടായി. പക്ഷേ അതിൽ അവർക്കൊരു തുണ്ട് ഭൂമി പോലും ലാൻഡ് റിഫോംസ് വഴിയല്ല കിട്ടിയത്. ഇവർക്ക് ഭൂമി കിട്ടിയത് ഈ അച്ഛൻ കൊടുത്തതാണ്. അച്ഛൻ്റെ പണം ഉപയോഗിച്ച് അതിൽ നിന്ന് പിന്നെ ഉണ്ടാക്കിയ ഭൂമി അവർ സ്വന്തമായിട്ട്. അപ്പം ഇതുപോലെയുള്ള ഗ്യാപ്പുകൾ, ഇതുപോലെയുള്ള ധാരാളം ഗ്യാപ്പുകളുണ്ട്. അത് പിന്നെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തന്നെ അവരുടെ സ്റ്റഡീസിൽ ഇത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് ലെജിസ്ലേഷൻ വേണ്ടിയിരുന്നു. ആ സെക്കൻഡ് ലെജിസ്ലേഷൻ നടത്താനുള്ള സ്കോപ്പ് ആദ്യത്തെ ഗവൺമെൻറ്റിന് ഉണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്കും ഉണ്ടായില്ല. അവർ വിചാരിച്ചിരുന്നെങ്കിൽ, പക്ഷേ അവർ വിചാരിക്കാൻ പോലും സാധ്യത ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഗവൺമെൻറ് ആയപ്പോഴേക്കും അവർ തന്നെ കുറേ പുറകോട്ട് പോയി. ഏറ്റവും ആദ്യം വേണ്ടിയിരുന്നത് ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള കമ്മിറ്റിയിൽ, ലാൻഡ് ബോർഡിലും ലാൻഡ് ട്രിബ്യൂണലിലും ജനങ്ങൾ ആരും ആയിക്കോട്ടെ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണെങ്കിൽ പണക്കാരനായിക്കോട്ടെ, പക്ഷേ ഏറ്റവും പാവപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കണം. അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഇന്നും സാധിച്ചില്ല. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ലാൻഡ് റിഫോംസ് പകുതിക്ക് വെച്ച് വേണ്ടാന്നല്ല, അത് മാറ്റിവെച്ചു. അതോടുകൂടി അതിൻ്റെ ആ പുഷ് രംഗത്ത് നിന്നും പോയി. അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയത് ആദ്യത്തെ ഗ്രൂപ്പിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ 2 ഏക്കർ 5 ഏക്കറിനുള്ളിലുള്ള വിഭാഗത്തിൽ അതിൽ കിട്ടിയവരുടെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാനത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്.
എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. ഇന്ന് ഈ വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായിട്ടുള്ള മുതലാളിമാർ, ഇവരെ ഒക്കെ ഇന്നിപ്പോൾ നമ്മൾ കണ്ട മുതലാളിമാരായിട്ടേ വിളിക്കുകയുള്ളൂ. ഇത്രയ്ക്ക് സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഒക്കെ ഈ 5 സെൻറ്റ് 2 ഏക്കറുകാരൻ്റെയും 3 ഏക്കറുകാരൻ്റെയും മക്കളാണ്. അവനൊക്കെ ഭൂമി സ്വന്തമായിട്ട്, ഞാൻ പാറായിത്തരകനാണ് വലിയ ഉടമ കുടുംബത്തിൽ, പക്ഷേ എനിക്കും ഭൂമി സ്വന്തമായിട്ട് കിട്ടിയത് ഈ 57 ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് റിഫോംസ് വഴിയാണ്. അതുവഴിയാണ് എനിക്ക് ഈ ഭൂമിയുടെ മേൽ പൂർണ്ണ അധികാരം കിട്ടിയത്. പണ്ടും അധികാരം ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നല്ല. ആ ഭൂമി വിൽക്കാം, കടമെടുക്കാം, പിന്നെ കൈമാറ്റം ചെയ്യാം, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു, ഈ നമ്മുടെ നാട്ടുകാരുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. ഈ ഭൂമി മുഴുവൻ ആളുകൾ ഏതാണ്ടൊരു 90% സ്വന്തമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ ആണ് അവർ ചിലവാക്കിയത്. അതുകൊണ്ട് PhDയും അതിൻ്റെ അപ്പുറത്തുമൊക്കെ പോയി പഠിച്ച ആൾക്കാർ. ഏറ്റവും വലിയ ഇമ്പ്രസീവ് കഥ ഏതാണെന്നറിയാമോ? കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ വേജ് ഇൻക്രീസ് ഉണ്ടായത്. സ്വന്തമായിട്ട് ഭൂമി 10 സെൻറ്റെങ്കിൽ 10 സെൻറ്റ് ഉള്ളപ്പോൾ ഈ മുതലാളിയുമായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവരുടെ ഈ പിന്നെ വാദിക്കാനുള്ള കഴിവ് വർദ്ധിച്ചു. കൂലി കൂടുതൽ ചോദിക്കാൻ പറ്റി, കൂലി കൂടുതൽ കിട്ടുകയും ചെയ്തു. ഈ കിട്ടിയ കർഷക തൊഴിലാളിയുടെ വരുമാനത്തിലുണ്ടാകുന്ന കൂടുതൽ എത്രയെന്ന് നമുക്ക് കണക്കാക്കാമല്ലോ. ആ പൈസ പോലും അവരുപയോഗിച്ചത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനാണ്. അവരുടെ കുട്ടികളെ പഠിപ്പിച്ച കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഈ പിണറായി വിജയനും BA വരെ പഠിച്ചത്. ഇന്നലെ ഞാൻ പിന്നെ മോഹൻലാലുമായിട്ടുള്ള അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ വീട് തീർക്കാൻ പോവുകയായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി. എൻ്റെ അമ്മയ്ക്ക് എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്തു. BA വരെ പഠിച്ചു അദ്ദേഹത്തിൻ്റെ മക്കളായപ്പോഴോ അവർക്ക് MBAയോ എന്തൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പം അത് പക്ഷേ ഈ മിഡിൽ ലെവലിൽ ഉണ്ടായിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽ ഇത് ജാതിപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കിന്നും ഈ ഒരു ലെവലിലേക്ക് പക്ഷേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഉണ്ടായിട്ടില്ല എന്ന് പൂർണ്ണമായിട്ടും നിഷേധിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. അതുകൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ലാൻഡ് റിഫോംസിന് ഒരു വിജയിച്ചതായിട്ട് നമുക്ക് പറയാൻ പറ്റും.